നിങ്ങൾ പറയുന്നു കേരളമാണ് കാരണം. അങ്ങനെയാണെങ്കിൽ ഇത്തവണ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കുന്നു മോദിജി പറയുന്നത് കള്ളമാണ്. മോദിജി ഞങ്ങളുടെ പ്രകടന പത്രിക കാര്യങ്ങളാണ് പറയുന്നത്. ആ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട്. അതിനുള്ള ഉത്തരമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ പോകുന്ന ഈ അപൂർവമായ ഒരു ദൃശ്യം. കുറയ്ക്കും, ഞങ്ങളത് കുറയ്ക്കാൻ തയ്യാറാണ്. എങ്ങനെ? പിണറായി വിജയനെ കുറയ്ക്കേണ്ടത് പിണറായി വിജയൻ കൂട്ടിയത് നിങ്ങൾ കുറയ്ക്കും. സംസ്ഥാനം ടാക്സ് കുറയ്ക്കണം. വേണ്ട ഒന്നും പറയണ്ട, അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. സംസ്ഥാനം ടാക്സ് കുറയ്ക്കണം. പിണറായി വിജയൻ കൂട്ടിയ ഗ്യാസിന്റെ വില നിങ്ങൾ എങ്ങനെ കുറയ്ക്കും? പെട്രോളിന്റെ വിലയാണ് പറഞ്ഞത്. അനുഭവിച്ചോ കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും. ഗ്യാസിന്റെ സബ്സിഡി, പെട്രോളിന്റെ വില ഇതൊക്കെ കുറയുമെന്ന് പറഞ്ഞത് എവിടെയാണെന്നാ നിങ്ങൾ ആലോചിക്കേണ്ടത്? 2014 ജീവിത സാഹചര്യം അല്ല 24. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. വിലയെ കുറിച്ച് പറ. പെട്രോളിന്റെ വില നിങ്ങൾ നോക്കുക. ഇവിടുത്തെ കാര്യം മഹാരാഷ്ട്രയിലും ബീഹാറിലും പെട്രോളിന്റെ വില 92 രൂപയാണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, പെട്രോളിന്റെ വില നിങ്ങൾ നോക്കുക. ഇവിടുത്തെ കാര്യം മഹാരാഷ്ട്രയിലും ബീഹാറിലും പെട്രോളിന്റെ വില 92 രൂപയാണ്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡിന്റെ വിലക്കൊപ്പിച്ച് നിങ്ങൾ എണ്ണ കൊടുക്കുന്ന ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടെ പറ. നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടും അവരോടൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡിന്റെ വിലക്കൊപ്പിച്ച് നിങ്ങൾ എണ്ണ കൊടുക്കുന്ന ഏതെങ്കിലും സംസ്ഥാനം ഇന്ത്യയിലുണ്ടെ പറ. ഏതെങ്കിലും സംസ്ഥാനം ഇന്ത്യയിലുണ്ടെ പറ. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ രണ്ടാമത് കേരളമാണ്. അതിന് കാരണം കേരളത്തിലെ ടാക്സ് കൂടുതലാണ്. എന്റെ ഊഹം തെറ്റിയില്ല. താനൊരു ബുദ്ധിജീവിയാണല്ലേ? ഞാനായിട്ടായതല്ല, പിന്നെ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ. അതാരാ? അല്ലെങ്കിൽ താൻ ഉണ്ടാവില്ലല്ലോ. സംസ്ഥാനങ്ങളിൽ 15 മുതൽ 20% വരെ ടാക്സ് വാങ്ങുമ്പോൾ കേരളത്തിൽ 30% ടാക്സ് വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എത്ര വാങ്ങിക്കുന്നുണ്ട്? കേന്ദ്രം എത്ര വാങ്ങിക്കുന്നുണ്ട്? നിങ്ങൾ അങ്ങനെ പറ്റാത്ത ഒരു സെക്കൻഡ്, അങ്ങനെ പറ്റാത്തതാണെങ്കിൽ ഞങ്ങൾ ഇത്തവണ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കും. അപ്പൊ നിങ്ങൾ ഇത്തവണ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കും എന്നുള്ള വ്യാജ വാഗ്ദാനമാണ്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ഇത്തവണ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കും എന്നുള്ള വ്യാജ വാഗ്ദാനമാണ്. കൊടുക്കുന്നത് 78 രൂപയാണ്. ഇത്തവണ വന്നാൽ കുറയ്ക്കുന്നത് എങ്ങനെ കുറയ്ക്കും? ഇനി ലക്ഷണം കെട്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. കേരളമല്ല കാരണം. നിങ്ങൾ പറയുന്നു കേരളമാണ് കാരണം. അങ്ങനെയാണെങ്കിൽ ഇത്തവണ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കുന്നു മോദിജി പറയുന്നത് കള്ളമാണ്. അത് ഉത്തരം പറ. മോദിജി ഞങ്ങളുടെ പ്രകടന പത്രിക കാര്യങ്ങളാണ് പറയുന്നത്. ആ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട്. അതൊന്നും എനിക്കറിയാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ആ ഗ്യാസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക. നമ്മളെ ഗ്യാസിന് BPL-കാർക്ക് സബ്സിഡി നേരത്തെ ഉണ്ടായിരുന്നു. ഒരു ഗ്യാസ് എടുക്കുമ്പോഴും 360 രൂപ 370 രൂപ. ബഹുമാനപ്പെട്ട നമ്മളെ BJP-യുടെ ഒരു നേതാവ് പറഞ്ഞു സബ്സിഡി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കൊടുക്കുന്നില്ല. സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഗ്യാസ് സബ്സിഡി കൊടുക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ എന്തൊക്കെയാ നോട്ടീസിൽ അടിച്ചു വിട്ടത്? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. നീ വാടാ, നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ